കൈരളി ഉണ്ടോ? കൈരളി ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കൈരളിയുടെ MD പറയാൻ പറ്റത്തില്ല, കാരണം അത് ശ്രീ മമ്മൂട്ടിയാണ്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആൾ, അതല്ലേ ഇപ്പോഴും MD. അദ്ദേഹത്തോട് ഏറ്റെടുക്കാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം. അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രം കുറേ പറയാൻ പറയണം. ഞാനൊരു വിഷയത്തിനകത്ത് നടപടി എടുത്തിട്ട് നിങ്ങളുടെ ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുകയാണ് ഇത് ഈ വിഷയത്തിലെ നടപടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൈരളിയുടെ ന്യൂസ് എഡിറ്ററോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം. അതല്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ കൈരളി അംഗീകരിക്കാനും പറയണം. അതല്ലാതെ സംഘടനാപരമായി ഞാൻ എടുക്കുന്ന നടപടികൾ ഞാനത് നിയമപോരാട്ടത്തിന് പോവുകയാണ്, കൈരളിക്കെതിരായിട്ട് നിയമപോരാട്ടത്തിന് പോവുകയാണ്. എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശ്രീ M. സ്വരാജ് പണ്ട് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകളെന്നാണ്. അങ്ങനെ പറയാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ തന്നെ നേതാവ് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കൈരളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങളുടെ ഈ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ്. കൈരളിയുടെ റിപ്പോർട്ടർ ഉണ്ടോ? കൈരളി റിപ്പോർട്ടർ പോയോ? മൈക്ക് എന്നിട്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.